9th സ്റ്റാൻഡേർഡ് മാത്സിലെ പേജ് നമ്പർ 18-ലെ 4th ക്വസ്റ്റ്യനുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 4th ക്വസ്റ്റ്യൻ, 4th, 5th, 6th, 7 4 ക്വസ്റ്റ്യൻസാണ് ഇനിയുള്ളത്. ബാക്കിയൊക്കെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ഓഫ് ട്രോഫീസ് എക്സ് ആയിട്ട് എടുക്കാം, പ്രൈസ് ഓഫ് മെഡൽസ് വൈ ആയിട്ട് എടുക്കാം. പ്രൈസ് 17 ട്രോഫീസ് എന്ന് പറയുമ്പോൾ എന്താകും? അത് 17x. 16 മെഡൽസ് എന്ന് പറയുമ്പോൾ 16y. 17x പ്ലസ് 16 മെഡൽസ് 16y ഈക്വൽ ടു 2,180 rupees. പ്രൈസ് ഓഫ് ട്രോഫി എക്സ്, പ്രൈസ് ഓഫ് മെഡൽ വൈ. നമുക്ക് 17 നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രൈസസ് ഓഫ് 17 ട്രോഫീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 17x പ്ലസ് 16 മെഡൽസ് 16y ഈക്വൽ ടു 2,180. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് 16 ട്രോഫീസ് 16x പ്ലസ് 17 മെഡൽസ് 17y ഈക്വൽ ടു 2,110. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ നോക്കി അങ്ങ് എഴുതി കൊടുത്താൽ മാത്രം മതി. ട്രോഫി എന്നുള്ളടക്ക എക്സും മെഡൽസ് എന്നുള്ളടക്ക വൈയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കി അങ്ങ് എഴുതുകയോ വേണ്ട, വേറെ ഒന്നും വേണ്ട. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിൻ്റെ കൂടെയുള്ള നമ്പർ നമുക്ക് എന്താക്കണം? സെയിം ആണോ നോക്കണം ഫസ്റ്റിൽ തന്നെ. അപ്പോൾ സെയിം അല്ല, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ സെയിം അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും നോക്കണം? വൈൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആണോ നോക്കണം. ഇവിടെ എക്സും സെയിം അല്ല, വൈയും സെയിം അല്ല. അപ്പം നമ്മൾ എന്ത് വേണം? ഫസ്റ്റ് മുഴുവനും, അതായത് ഒന്നാമത്തെ ഇക്വേഷൻ മുഴുവനുമായിട്ടും എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷൻ മുഴുവനുമായിട്ടും രണ്ടാമത്തെ 16 കൊണ്ടും രണ്ടാമത്തെ മുഴുവനുമായിട്ടും ഒന്നാമത്തെ 17 കൊണ്ടും, അതായത് ഒന്നാമത്തെ ഫുള്ളും രണ്ടാമത്തിൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ കൊണ്ടും രണ്ടാമത്തെ മുഴുവനുമായിട്ടും ഒന്നാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ കൊണ്ടും ഇൻഡ് ചെയ്യാം. അപ്പോൾ ഇൻഡ് ചെയ്തപ്പോൾ നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 272 എക്സ് പ്ലസ് 256 ഈക്വൽ ടു 34,880. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷന് ഫുള്ളും 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 272 എക്സ് പ്ലസ് 289 ഈക്വൽ ടു 35,870. ഇനി നമ്മൾ നോക്കാം 3ഉം 4ഉം നമ്മൾ ഒന്നാമത്തെ മാറ്റി 3 എന്ന് കൊടുത്തു, രണ്ടാമത്തെ മാറ്റി 4 എന്ന് കൊടുത്തു. ഇനി നമ്മൾ 3ഉം 4നും ഏതാണ് വലുത്? നാലാമത്തെയാണ് വലുത്. അപ്പം 4ൽ നിന്ന് 3 അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പം 4ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 272x മൈനസ് 272x ആണ്. അപ്പോൾ ഇവിടെ 0 ആണ് വരിക. ഞാനവിടെ എഴുതിയിട്ടില്ല, 0 എഴുതുമ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇനി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് 0 എന്ന് എഴുതാം, പിന്നെ അവിടെയുള്ള പ്ലസ്. പിന്നെ 289 നിന്ന് 256 മൈനസ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് 33y കിട്ടും. അതിൻ്റെ അങ്ങോട്ട് നമ്മൾ സബ്ട്രാക്ട്, ഞാനിവിടെ ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് പ്ലേസ് വാല്യൂ കറക്റ്റ് ചെയ്തിട്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായി? മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അവിടെ സ്പേസ് ഇല്ലാതെ ആയിപ്പോയി. അപ്പോൾ 990 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 33y ഈക്വൽ ടു 990 ആകുമ്പോൾ y ഈക്വൽ ടു 990/33 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്കത് ഡിവൈഡ് ചെയ്ത് നമുക്കറിയാം 33 ഇൻറ്റു 3 ആണ് 99. അപ്പോൾ അത് 30 എന്ന് എഴുതി കൊടുത്താൽ മതി. y ഈക്വൽ ടു 30 ആണ്. ആ വാല്യൂ ഇവിടെ കൊടുക്കുക, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2ൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? 16x പ്ലസ് അത് 2ലും കൊടുക്കുക 1നും കൊടുക്കുക കേട്ടോ. എങ്ങനെ കൊടുത്താലും നമുക്ക് സെയിം ആൻസർ വരും. ഞാനിപ്പം 2 കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുമ്പോൾ 1 കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ വൈൻ്റെ ആ പ്ലേസിൽ 30 എന്ന് കൊടുത്തിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് 16x പ്ലസ് 510 ഈക്വൽ ടു 2,110. 16x ഈക്വൽ ടു 210 മൈനസ്, അതായത് ഈ നമ്പർ അങ്ങോട്ടേക്ക് പോകുമ്പം, അതായത് ഈ ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വരും. അങ്ങനെ x ഈക്വൽ ടു 1,600/16 എന്ന് കിട്ടും. അങ്ങനെ ആൻസർ 100 കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൈസ് ഓഫ് ട്രോഫി എന്താണ്? ട്രോഫിക്ക് 100 രൂപയും പ്രൈസ് ഓഫ് മെഡലിന് 30 രൂപയുമാണ് വില. ക്വസ്റ്റ്യൻ നമ്പർ 5. An object starts with a speed of u meter per second and travels along a straight line if the speed increases at the rate of a meter per second every second. The distance travelled in time t seconds is ut plus half at square. The distance travelled in 2 seconds is 10 meters and the distance travelled in 4 seconds is 28 meters. What was the starting speed? What is the rate at which speed increasing? എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓബ്ജക്റ്റ്
എന്താണ് സ്റ്റാർട്ടിങ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് അത് നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മെല്ലനെ ഉണ്ടാവും, അല്ല പിന്നെ കൂടി കൂടി വരും. ആദ്യം ചിലപ്പോൾ നമ്മൾ 30-40 പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ 60-70 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഓബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് സ്പീഡ് ഓഫ് u മീറ്റർ പെർ സെക്കൻഡ്. ആദ്യം അത് സ്റ്റാർട്ട് ചെയ്തത് അതായത് നമ്മളൊരു വേരിയബിൾ എടുത്ത് എഴുതി, അത്രയേ ഉള്ളൂ. അതിൻ്റെ ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണ്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ്, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെ, അറ്റ് ദ റേറ്റ് ഓഫ് a മീറ്റർ പെർ സെക്കൻഡ്. അത് ചിലപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ 30 ആണെങ്കിൽ പിന്നെ അത് 2 വെച്ചിട്ടോ അങ്ങനെ കൂടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും 3 വെച്ചിട്ട് കൂടും. അത് കൂടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കൂടുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പം 30 നേരെ 35, 40, 45 അങ്ങനെയൊക്കെയാണ് പോവുക. പക്ഷേ ഇവിടെ ഇപ്പം ഇവർ പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, അതായത് ഒരേ ലെവലിലാണ് പോകുന്നത്. അത് a മീറ്റർ പെർ സെക്കൻഡാണ്. ഇൻ എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും കൂടുന്നത് എത്രയാണ്, a മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം t സെക്കൻഡ് ഈസ് ut പ്ലസ് ഹാഫ് a t സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരമുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്, 2 സെക്കൻഡിൽ 10 മീറ്ററാണ് അത് മൂവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ്, 4 സെക്കൻഡിൽ 28 മീറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്. വാട്ട് വാസ് ദ സ്റ്റാർട്ടിങ് സ്പീഡ്? അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് സ്പീഡ് എത്രയാണെന്ന് കാണണം. പിന്നെന്താണ്, 2 സെക്കൻഡിൽ 10 മൂവ് ചെയ്തിട്ടുണ്ട്, 4 സെക്കൻഡിൽ 28 മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്പീഡും കാണണം, അത് ഏത് സ്പീഡിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നും കാണണം. നമ്മളതിൻ്റെ ഇക്വേഷൻ, നമ്മുടെ ആ സ്റ്റാർട്ടിങ് സ്പീഡ് ആ ഇക്വേഷൻ നമ്മളെന്ത് ut പ്ലസ് ഹാഫ് a t സ്ക്വയർ, ഇത് നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റിലുള്ള ഇക്വേഷനാണ്. t ഈക്വൽ ടു 2, അതായത് t 2 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടീൻ്റെ സ്പേസിനൊക്കെ 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ t സെക്കൻഡ് കൊടുക്കുമ്പോൾ അത് 10 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ u ഇൻറ്റു ടി എന്നിട്ട് നോക്കി ut പ്ലസ് ഹാഫ് a t സ്ക്വയർ. അപ്പോൾ u ഇൻറ്റു ടി പ്ലസ് ഹാഫ് a t സ്ക്വയർ ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ടീൻ്റെ അടുക്ക് എന്താ ഉള്ളത്, 2 ആണ്. 2 സ്ക്വയർ ഈക്വൽ ടു 10 ഇടാം. u ഇൻറ്റു 2 2u പ്ലസ് ഹാഫ്, ഇവിടെ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഹാഫ് ഓഫ് 4, 4ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2 വരെ, 2a ഈക്വൽ ടു 10. അത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി t4 കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ t4 കൊടുക്കുമ്പോൾ അത് 28 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ u ഇൻറ്റു 4, നമ്മുടെ ഈ ടീക്ക് പകരം എന്ത് ചെയ്യാം, u ഇൻറ്റു ടി ആണത് u ഇൻറ്റു 4 ആക്കാം. പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്നുള്ളത് ടി എത്ര 4 അല്ലേ, അപ്പോൾ 4 സ്ക്വയർ വരും. ഈക്വൽ ടു 28 എന്ന് വരും. u ഇൻറ്റു 4u വരും. പിന്നെ ഹാഫ്, ഇവിടെ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആണ്. ഹാഫ് ഓഫ് 16 എന്ന് പറയുമ്പോൾ 8, 16ൻ്റെ പകുതി 8 ആണ് വരിക. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ 4u പ്ലസ് 8a ഈക്വൽ ടു 28. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് കൊടുക്കേണ്ടത് അല്ലേ, ഈ 28 എന്നുള്ളതാണ് സെക്കൻഡ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ നോക്കുമ്പം നമ്മുടെ ആദ്യത്തത് 2ലുള്ളത്, നമ്മുടെ ഇനി കൊടുക്കേണ്ടത് 4ലുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി നമുക്ക് ഒരേപോലെ ആക്കണ്ടേ. അതായത് ഇവിടെ 2u ആണെങ്കിൽ ഇവിടെയും 2u ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ നമ്മൾ 4 ആക്കണം അല്ലേ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 2 എന്ന് കൊടുത്തിട്ട് ഈ 1നെ ഫുള്ളും 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 9x മൈനസ് 9y ഈക്വൽ ടു 27 എന്നുള്ള ഒരു നമ്പർ മാറ്റുമ്പോൾ 9ഉം 27 എന്താണ്, അത് നമ്മൾ 9ൻ്റെ മൾട്ടിപ്പിൾസിലുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4, 8, 28 എല്ലാം ഈവൺ നമ്പറാണ്, ഇരട്ടസംഖ്യയാണ്. അപ്പോൾ ഇരട്ടസംഖ്യ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അതിനെല്ലാം പകുതിയാക്കി. അപ്പോൾ 4ൻ്റെ പകുതി 2 ആണ്, 8ൻ്റെ പകുതി 4 ആണ്, 28ൻ്റെ പകുതി 14 ആണ്. അപ്പോൾ അതിനെ അങ്ങനെ മാറ്റിയിട്ട് 2 എന്ന് കൊടുത്തു. ഇപ്പം നമുക്ക് നോക്കിയാൽ എന്തായി, 1ഉം 2ഉം നോക്കുന്ന സമയത്ത് u അല്ലേ, നമ്മുടെ എക്സിൻ്റെ കൂടിയുള്ള നമ്പർ എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താണ് നമുക്ക് u, ഇത് ക്വസ്റ്റ്യനിൽ തന്നത് തന്നെയാണ് അല്ലേ, യുവും എ എന്നും, അതായത് എക്സിനും വൈക്കും പകരം യുവും എ ആണുള്ളത്. അപ്പോൾ ഇവിടെ യുവിൻ്റെ കൂടെ 2 ഉണ്ട്, നമ്മുടെ ഇവിടെ യുവിൻ്റെ കൂടെ 2 ഉണ്ട്. നമ്മൾ ഏതാണ് വലുത്, ഏതാണ് രണ്ടാമത്തെയാണ് വലുത്. അപ്പോൾ രണ്ടാമത്തേന്ന് ഒന്നാമത്തെ മൈനസ് ചെയ്യാം. 2ന്ന് 1 മൈനസ് ചെയ്യുന്ന സമയത്ത് 2u 0 വരും. 4a മൈനസ് 2a എന്ന് പറയുമ്പോൾ എന്ത് വരും, 2a ഈക്വൽ ടു 4 വരും. അങ്ങനെ 2a 4 വരുമ്പോൾ a ഈക്വൽ ടു എന്ത് വരും, 4/2 എന്ന് പറയുമ്പോൾ 2 കിട്ടും. അപ്പോൾ എൻ്റെ വാല്യൂ 2 കിട്ടിയാൽ അത് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1ലോ 2ലോ ചെയ്യാം. ഞാനിപ്പോൾ 1ലാണ് ചെയ്യുന്നത്. നമുക്ക് ഏതിൽ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ a ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1ൽ ആരോപിച്ചാൽ a ഈക്വൽ ടു 2 എന്നത് സമവാക്യം 1ൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2u പ്ലസ് 2a ഈക്വൽ ടു 10 ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അവിടെ 2u പ്ലസ് എൻ്റെ സ്പേസ് മാറ്റിയിട്ട്
2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എ ആണത്. 2 ഇൻറ്റു 2 ഈക്വൽ ടു 10 എഴുതാം. 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 ആണ്. 2u പ്ലസ് 4 ഈക്വൽ ടു 10. 2u ഈക്വൽ ടു 10 മൈനസ് 4. അങ്ങനെ 2u 6 കിട്ടും. u ഈക്വൽ ടു 6/2 3 എന്ന് കിട്ടും. അതായത് സ്റ്റാർട്ടിങ് സ്പീഡ് 3 ആണെങ്കിൽ അത് 2 വെച്ചിട്ടാണ് കൂടി വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 3 ഉള്ളത് എന്താകും, ഓരോ സെക്കൻഡിലും കൂടി വരികയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് 3 ആണ്, അത് എത്രയാണ് കൂടി വരുന്നത്, 2 വെച്ചിട്ടാണ് കൂടി വരുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times ദ സം ഓഫ് ഡിജിറ്റ്. അതായത് ഒരു 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് ആ 2 അക്കങ്ങളും കൂട്ടിയതിൻ്റെ 6 മടങ്ങാണ്. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. അതായത് സംഖ്യകൾ മാറ്റിയാലേ നമുക്ക് കിട്ടുക ആ സംഖ്യകൾ കൂട്ടിയതിൻ്റെ 9 more than 4 times ദ സം ഓഫ് ഡിജിറ്റ്സ്. വാട്ട് ഈസ് ദ നമ്പർ? അപ്പോൾ നമ്മൾ 2-digit നമ്പർ എങ്ങനെ എടുക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. XY ആണ് എടുക്കുക, പക്ഷേ നമ്മളതിനെ ടെൻസും വൺസും ആയിട്ട് എഴുതുന്നത് കൊണ്ട് 10x + y എന്നുള്ള രൂപത്തിലാണ് എടുക്കുക. ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മളൊരു നമ്പർ എടുത്തു. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു എന്താ പറയുക 39 എന്ന് എടുത്തെന്ന് വിചാരിക്കും. ഈ 39 എന്ന് പറയുന്നത് ഈ 3 + 9 കണ്ടോ, 3 + 9 അതിൻ്റെ 6 മടങ്ങാണ്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു 2 അക്ക സംഖ്യ എടുത്താൽ ആ സംഖ്യ എന്ന് പറയുന്നത് അതിലെ സംഖ്യകൾ കൂട്ടിയതിൻ്റെ 6 മടങ്ങാണ്. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഇത് തല തിരിച്ചിട്ടാൽ 93 ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ 4 മടങ്ങിനോട്, അതായത് ഇതിൻ്റെ തന്നെ ഈ സമ്മിൻ്റെ തന്നെ 4 മടങ്ങിനോട് 9 കൂട്ടിയാലാണ്. അപ്പോൾ ഇതാണ് നമ്മളോട് പറയുന്നത്. ഇത് നമുക്ക് കിട്ടില്ല, കാരണം ഞാനിതെന്താണ് വെറുതെ എടുത്തിരിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. നമുക്ക് നോക്കാം ഇതിൻ്റെ വേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2-digit XY എന്നാണ് എടുക്കുക, പക്ഷെ നമ്മളതിനെ 10x + y, അതായത് ഇൻറ്റു ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 10x + y കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം ഒരു 73 എന്നുള്ള നമ്പറാണ്, നമുക്ക് എന്ത് എഴുതാം, 70 + 3 എന്ന് എഴുതാം. അതായത് 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 7 + 3 ആണല്ലേ. അപ്പോൾ ഇങ്ങനെയും മാറ്റി എഴുതാം. ആ ഒരു രീതിയിൽ നമുക്ക് 10x + y എന്ന് എടുക്കാം. അത് ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇൻ്റർചേഞ്ച്ഡ് ദ ഡിജിറ്റ് ദെൻ 2-digit ഇൻ്റർചേഞ്ച്ഡ് ദ ഡിജിറ്റ്, അതായത് സംഖ്യകൾ തലതിരിച്ചിട്ടാൽ 2-digit എന്തായിട്ട് മാറും, 10y + x എന്നായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ നോക്കുക. അതായത് നമുക്ക് കിട്ടുന്ന 2-digit എന്ന് പറഞ്ഞാൽ സംഖ്യകൾ കൂട്ടിയതിൻ്റെ 6 മടങ്ങാണ്. സംഖ്യകൾ കൂട്ടിയതിൻ്റെ 6 മടങ്ങാണ്. നമ്മുടെ 2-digit എന്ന് പറഞ്ഞാൽ അതിലെ സംഖ്യകൾ കൂട്ടിയതിൻ്റെ ഇതിലെ സംഖ്യകൾ അത് പ്ലസ് ചെയ്തതിൻ്റെ 6 മടങ്ങാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരൊറ്റ ഇക്വേഷനാക്കി മാറ്റണം. അപ്പോൾ 10x + y, ഇത് നമുക്ക് 6 × x 6x വരും, 6 × y 6y വരും. എന്നിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇത് -6x വരും, -y വരും, അങ്ങനെ 0 വരും. 10x നിന്ന് 6x മൈനസ് ചെയ്താൽ 4x വരും. y നിന്ന് -6 മൈനസ് ചെയ്താൽ, അതായത് ഇവിടെ 1 ആണ്, 1 നിന്ന് 6 മൈനസ് ചെയ്താൽ -5 ആണ്, അങ്ങനെ -5y വരും ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്, നമ്മളത് തലതിരിച്ചിട്ടാൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്, 2-digit 10y + x. നമ്മുടെ ആ ഡിജിറ്റിൻ്റെ സമ്മിൻ്റെ 4 ഇരട്ടി 4 times ദ സം ഓഫ് ദ ഡിജിറ്റ് ആഡഡ് ബൈ 9. അതായത് 9 more than എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിജിറ്റിൻ്റെ 4 മടങ്ങിനോട് 9 കൂട്ടിയത്. ഇതിങ്ങനെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് അറിയണം. നമ്മുടെ 10y + x ഈക്വൽ ടു ഈ 4 × x 4x വരും, 4 × y 4y വരും, +9 എന്ന് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടു ഇങ്ങോട്ടേക്ക് എടുക്കും. ഇതൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റും, ഈ 9 മാത്രം അവിടെ വെക്കും. ഇവിടെ എന്തുകൊണ്ടാണ് 0 വന്നത്, ഇവിടെ എക്സും വൈയുള്ള ടേം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് എക്സും വൈയും ഇല്ലാത്ത നമ്പർ മാത്രം ഉള്ളതില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ 0 കൊടുത്തു. ഇവിടെ എത്തുന്ന സമയത്ത് നമുക്കൊരു 9 ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് 9 അവിടെ വന്നിട്ടുണ്ട്. 10y ന്ന് 4x 10y ന്ന് 4y കുറച്ച് 6y വരും. എക്സ് എന്ന് 4 മൈനസ് ചെയ്താൽ, അതായത് ഇവിടെ 1 ഉണ്ട്, 1 എന്ന് 4 മൈനസ് ചെയ്താൽ -3 വരും. അങ്ങനെ 6y - 3x എന്നാണ് വരും. പക്ഷെ നമ്മുടെ എക്സ് ആദ്യം എടുത്ത് എഴുതുമ്പോൾ ഈ സൈൻ അടക്കാണ് മാറ്റുക, -3x. ഈ 6y അങ്ങോട്ടേക്ക് പോകുമ്പോൾ +6y ഈക്വൽ ടു 9 എന്ന് വരും. അങ്ങനെ നമ്മുടെ 2 ഇക്വേഷനും ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒന്നാമത്തെ നോക്കുമ്പോൾ അവിടെ ഫസ്റ്റ് 4 ആണ് ഉള്ളത്, രണ്ടാമത്തേൽ ഫസ്റ്റ് -3 എന്നാണുള്ളത്.
അപ്പം നമ്മുടെ 1ഉം 2ഉം നോക്കുമ്പോൾ എക്സിൻ്റെ കൂടെ ഉള്ള നമ്പർ സെയിം അല്ലാത്തത് കൊണ്ട് ഒന്നാമത്തേനെ ഫുള്ളും രണ്ടാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ കൊണ്ടും രണ്ടാമത്തെ മുഴുവനുമായിട്ടും ഒന്നാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ കൊണ്ട് ഇൻഡ് ചെയ്യാം. 1 ഫുള്ളും രണ്ടാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, 2 ഫുള്ളും ഒന്നാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, അങ്ങനെ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ -3 കൊണ്ടാണ് ഇൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 4 × -3 -12 വരും. പിന്നെ ഇവിടെ -3 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ ഈ മൈനസും -3ൻ്റെ മൈനസും എന്താകും പ്ലസ് ആയിട്ട് 5 × 3 15 വരും. അത് പോസിറ്റീവ് വരും. ഈക്വൽ ടു 0 × -3 എന്താ വരിക 0 തന്നെ വരും. ഇനി 2 × 4 അതായത് രണ്ടാമത്തെ ഇതിനെ ഫുള്ളും 4 കൊണ്ടാണ് ഇൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 × 4 എന്ന് പറയുമ്പോൾ -12x വരും പ്ലസ് 6 × 4 24y വരും. 9 × 4 36. അങ്ങനെ 3 4 2 ഇക്വേഷൻ വന്നിട്ടുണ്ട്. നോക്കുക ഏതാണ് വലുത്, നാലാമത്തെയാണ് വലുത്. 4 ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. 4 ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ -12x ഈ മൈനസും ഈ മൈനസും അത് പ്ലസ് ആവും. ഒരേ നമ്പർ ഓപ്പോസിറ്റ് സൈൻ 0 വരും. ഇനി പിന്നെ നമ്മൾ ഒരുപോലെ ആക്കിയ സംഭവം എപ്പോഴും 0 ആണ് വരിക. അത് ഓർമ്മിച്ച് വെക്കാം. നമ്മൾ ഒരുപോലെ ആക്കാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഗുണിച്ചിട്ടൊക്കെ മാറ്റുന്നത് അല്ലേ. ഒന്നാമത്തേനെ -3 കൊണ്ടും രണ്ടാമത്തേനെ 4 കൊണ്ടൊക്കെ ഇൻഡു ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇങ്ങനെ ഇൻഡു ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരുപോലെ ആക്കിയ സാധനം എപ്പോഴും 0 ആണ് വരിക. മറ്റേത് മാത്രം മൈനസ് ചെയ്താൽ മതി എന്ന് ഓർമ്മിക്കണം കേട്ടോ. 24y -15y, അപ്പോൾ അത് 9y വരും. 9y = 36 എന്ന് വരും. 9y 36 വന്നു കഴിഞ്ഞാൽ y = 36/9 = 4 കിട്ടും. y = 4 എവിടെ കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 4x - 5y = 0 വരും. അങ്ങനെ 4x 5y എന്ന് പറഞ്ഞാൽ 5 × 4 20 ആണ്. അപ്പം 4x = 20 കിട്ടും. x = 20/4 = 5 കിട്ടും. അപ്പം നമ്മുടെ നമ്പർ ഏതായിരിക്കും, നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 54 ആണ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ 2 ഡിജിറ്റ് ഏതാണ്, 54. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ നോക്കുക, y 4ഉം x 5ഉം ആണ്. നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഉത്തരം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 54 എന്ന് പറഞ്ഞാൽ എന്താണ്, 6 മടങ്ങാണ് ഏതിൻ്റെ, 5 + 4ൻ്റെത്. നിങ്ങൾ നോക്കിയേ 5 ഉം 4ഉം 9 ആണ്. 9 × 6 54. ഇനി ഈ നമ്പർ തലതിരിച്ചിട്ട് 45 വരിക. അപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ തുക, അതായത് സമ്മിൻ്റെ 5 + 4ൻ്റെ 4 മടങ്ങിനോട് 9 കൂട്ടിയതാണ്. അപ്പോൾ 5 + 4 എന്ന് പറയുമ്പോൾ 9 വരിക. 9 × 4 36. 36 + 9 45. അപ്പം നമുക്കിതാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്, 54. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? അതായത് നമ്മൾ ആദ്യത്തെ നമ്പർ എക്സും രണ്ടാമത്തെ നമ്പർ വൈ ആയിട്ട് എടുത്താൽ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, 11 added to a number, അതായത് 11 + x എന്ന് പറയുന്നത് എന്താണ്, twice the another number. രണ്ടാമത്തെ നമ്പർ വൈ ആണ്. അപ്പോൾ 11 + x = 2y എന്ന് എടുക്കാം. അതുപോലെ തന്നെ 20 added to the second number, അതായത് y + 20 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പറിനോട് 20 ആഡ് ചെയ്താൽ twice the first number, അതായത് 2x എന്ന് കിട്ടും. y + 20 എന്ന് പറയുമ്പോൾ 2x എന്ന് കിട്ടും. ഇനി നമുക്കിത് സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് 11നോട് എക്സ് ആഡ്, അത് ഒരു നമ്പറും 11ഉം കൂട്ടിയാൽ നമുക്ക് രണ്ടാമത്തെ നമ്പറിൻ്റെ ഡബിളാണ് കിട്ടുക. അപ്പം ഇങ്ങനെ എഴുതിയ പാട് നമ്മൾ എന്ത് വേണം, അതിനാ എക്സ് വൈ നമ്മുടെ ഇക്വേഷനാക്കി മാറ്റണം. ഈ 2y ഇപ്പുറം എടുക്കുമ്പോൾ അത് -2y വരും. ഈ 11 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -11 വരും. ഒന്നാമത്തെ നമ്പർ കൊടുക്കുക. രണ്ടാമത്തേത് വൈനോട് 20 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് പറയുന്നത്, ഒന്നാമത്തേൻ്റെ ഡബിൾ കിട്ടി. അപ്പോൾ 2x എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ 2x ഇപ്പുറം എടുത്താൽ y - 2x = ഈ 20 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -20 എന്ന് വരും. പിന്നെ നമ്മൾ ഈ -2x ഫസ്റ്റ് എഴുതി, പിന്നെ y എഴുതി = -20 എന്ന് എഴുതി, 2 നമ്പർ കൊടുത്തു. അപ്പോൾ ഇത് നെഗറ്റീവ് ഒക്കെ ഉള്ളത് കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പും ഒരുപോലെ തന്നെയാണ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ 1ഉം 2ഉം നോക്കുക. 1ഉം 2ഉം നോക്കുമ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെ നമ്പർ ഇല്ല, ഇവിടെ എക്സിൻ്റെ കൂടെ -2 ഉണ്ട്. അപ്പം നമുക്ക് ഒരുപോലെ ആക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം, ഈ 1നെ മാത്രം മാറ്റിയാൽ മതി. 1നെ -2 കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി. 1നെ -2 കൊണ്ട് ഇൻഡ് ചെയ്യുന്ന, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, -2 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ -2x വരും. ഇവിടെ -2 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ എന്താവും, അത് മൈനസും പ്ലസ് ആയിട്ട് 4y വരും. 4y വരും. പിന്നെ ഇതിനെ -2 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ ആ -2ലെ മൈനസും പ്ലസ് ആയിട്ട് 22 എന്ന് വരും. 11 × 2 22 ആണ്. നെഗറ്റീവും പോസിറ്റീവും, അങ്ങനെ മൂന്നാമത്തെ ഇക്വേഷൻ വരും. 3ന്ന് രണ്ടാമത്തേത് കുറക്കുക. 3ന്ന് രണ്ടാമത്തെ കുറക്കുമ്പോൾ
ഇവിടെ നമുക്ക് എന്താ വരിക 0 വരും അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ നമ്പർ ഉണ്ടാവില്ല, 0 വരിക. അതായത് -2x -2x. അപ്പോൾ അതെന്താകും, അത് -2x + 2x വരും. ഒരേ നമ്പർ നെഗറ്റീവും പോസിറ്റീവ് 0 വരും. 4y -y എന്ന് വരുമ്പോൾ എന്തോ അത് 3y വരും. 3y = ഈ മൈനസും ഇതിൻ്റെ ഈ മൈനസും കൂടെ പ്ലസ് ആവും. അങ്ങനെ അത് 42 എന്ന് വരും. 3y 42 ആണ് വരിക. 3y 42 വന്നാൽ y = 42/3 14 കിട്ടും. y = 14 ഇവിടെ കൊടുക്കുക, നമ്മുടെ സമവാക്യം 1 കൊടുക്കാം. അപ്പോൾ x - 2y = -11 ആണ് ഒന്നാമത്തത്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വൈൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ അവിടെ 2 × 14 -11 വരും. ഈ 2 × 14 28. x - 28 = -11 വരും. x എന്ത് വരും, -11. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ -11 + 28 17 ആണ് വരിക. അതായത് വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈന് നമുക്ക് തിരിച്ച് മൈനസ് ചെയ്യാം. 28 11 കുറക്കാം, കാരണം ഇതല്ലേ വലുത്, പോസിറ്റീവ്. 17 കിട്ടും. അങ്ങനെ നമുക്ക് 2 ആൻസറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ആൻസർ എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്, എക്സിനോട് അതായത് 17നോട് 11 കൂട്ടിയാൽ എന്താണ് നമ്മുടെ 2y ആണ് കിട്ടുക. അതായത് 2 × 14 ആണ്. അപ്പോൾ ഇത് 28 ഇത് 28. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, വൈനോട് 20 കൂട്ടും. അതായത് 20 + 14 ആണെങ്കിൽ 20 + 14 ആണെങ്കിൽ അത് ആദ്യത്തെ നമ്പറിൻ്റെ അല്ല, രണ്ടാമത്തെ നമ്പറിൻ്റെ 17 ഇതിൻ്റെ 2 ഡബിൾ ആണെന്ന്. അപ്പോൾ 20 + 14 34 ആണ്. 2 × 17 34 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരേക്കൊന്ന് അയച്ചു കൊടുക്കണം. ഓക്കെ, ബൈ.